ഇന്ന് നമുക്കൊരു കേർഡ് ഫേഷ്യൽ പരിചയപ്പെടാം കേട്ടോ. ഈ ചൂട് സമയത്ത് നമ്മളുടെ സ്കിന്നിൻ്റെ ടാനൊക്കെ മാറ്റി ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർബായിട്ടുള്ള കേർഡ് ഫേഷ്യലാണ്. ഇതിൽ 3 സ്റ്റെപ്സാണ് വരുന്നത്. ഒന്ന് ക്ലെൻസിങ്, നെക്സ്റ്റ് സ്ക്രബ്, ദെൻ പാക്ക്. ഇത് 3 ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര റിസൾട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കേർഡ് ഫേഷ്യലാണെന്നുള്ളത്. പല രീതിയിലുള്ള പാക്കുകളും ഞാൻ ഓരോ ദിവസം പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്കിന്നിനെ സ്യൂട്ടാവുന്ന എന്താണോ അത് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാം തന്നെ ചെയ്യണമെന്നില്ല. അത് മാത്രമല്ല, ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് എന്നുള്ളത് മസ്റ്റാണ്. അത് കൊടുത്ത് ഓക്കെ ആയതിന് ശേഷം കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഒന്നും കൂടി പറഞ്ഞാൽ, നമ്മൾ ഏത് പാക്കാണോ പറയുന്നത് ആ പാക്ക് റെഡിയാക്കിയിട്ട് ഫേസിൽ തന്നെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഏരിയയിൽ അപ്ലൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക. നമുക്ക് ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾക്കൊരു ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഒരു ഏരിയയിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ അത് ചെയ്യരുത്. അതുകൊണ്ടാണ് പാച്ച് ടെസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. സെൻസിറ്റീവ് സ്കിന്നുകാർ പ്രത്യേകിച്ച് ഇത് ചെയ്തിരിക്കണം കേട്ടോ. പാച്ച് ടെസ്റ്റ് ചെയ്യാതെ ഒന്നും തന്നെ ചെയ്യരുത്. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്, കാരണം അത്രയും നല്ല ഒരു ഗ്ലോ കിട്ടാനും അണ്ണിവണൊക്കെ മാറാനും ടാനൊക്കെ നല്ലപോലെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം ഫേഷ്യൽ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ആദ്യം ഫേസ് ക്ലെൻസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യുന്നതിനെയാണ് ക്ലെൻസ്, അതായത് ഡബിൾ ക്ലീനിങ് ആണ്. അപ്പോൾ ഫേസ് വാഷും ക്ലെൻസറും നമ്മളുടെ ഡിഫറൻസ് പറഞ്ഞുതരാം. ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിൻ്റെ പുറമേ ഉള്ള ലെയറാണ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ ക്ലെൻസർ എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഡീപ്പ് ക്ലീനിങ്ങിനെയാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുകയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ കേർഡ് ഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ എല്ലാം തന്നെ കേർഡാണല്ലോ. അപ്പോൾ തൈര് വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കുറച്ച് തൈര് എടുക്കുക, ഒരു കോട്ടൺ എടുക്കുക, 2 സ്പൂൺ തൈര് എടുക്കുക, ഒരു കോട്ടൺ എടുക്കുക. അത് കട്ടി തൈരാണെങ്കിലും ശരി, നോർമൽ കുഴപ്പമില്ല കേട്ടോ. ചിലവർ പറയും കട്ടി തൈര് ഇല്ലയെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നോർമലായിട്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ തൈര് എടുക്കുക, ഒരു പഞ്ഞി എടുക്കുക. നമ്മൾ ഈ തൈരിൽ മിക്സ് ചെയ്തിട്ട് ഫേസിലെല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് ക്ലിയർ ചെയ്ത് തുടച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന്, അല്ലെങ്കിൽ കോട്ടണിൽ തന്നെ നനച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നതാണ് കുറച്ചും കൂടെ അപ്പോഴേ ക്ലെൻസിങ്ങിൻ്റെ ഒരു ശരിക്കുള്ളൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്രബിനായിട്ട് നമുക്ക് വേണ്ടത് കേർഡ് ഫേഷ്യൽ ആയതുകൊണ്ട് എല്ലാം കേർഡാണ് വരുന്നത് കേട്ടോ. തൈര് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് തൈര്, 2 സ്പൂൺ നമ്മൾ തൈര് എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക, പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യാം. ഇത് നല്ല രീതിയിൽ 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക, നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നോസിൻ്റെ ഈ ഏരിയ എല്ലാം തന്നെ നന്നായിട്ട്, അതുപോലെ തന്നെ ഈ ഒരു ഏരിയ, കാരണം ഇവിടെ എല്ലാമാണ് നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ എല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയുക. കൂടെ പറ്റുമെങ്കിൽ നമ്മളൊന്ന് സ്റ്റീം കൊടുത്താൽ നന്നായിരിക്കും. സ്റ്റീം ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, പനിയൊക്കെ വന്ന് നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ സ്റ്റീം കൊടുത്ത് ആ ഒരു സ്റ്റീമർ മതി. കുറച്ച് വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക, ഒന്ന് ആവി പിടിക്കുക, അത്രയേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടാണെങ്കിലും നമുക്ക് ആവി പിടിച്ചാൽ നമ്മളുടെ ഡെഡ് സെൽസ് എല്ലാം പെട്ടെന്ന് തന്നെ പുറത്ത് വരാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് സ്റ്റീം കൊടുത്തിട്ട് സ്ക്രബ് ചെയ്താൽ ഭയങ്കര റിസൾട്ടായിരിക്കും. അപ്പോൾ ആദ്യം പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റീം കൊടുത്തോളൂ. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും, ചെയ്യരുത്. അതും കൂടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ദെൻ അതിനുശേഷം സ്ക്രബ് ചെയ്യുക. സ്ക്രബ് എപ്പോഴും 3 to 5 മിനിറ്റ് ടൈം എടുത്ത് സ്ക്രബ് ചെയ്യുക. ഓരോ ഏരിയയും ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ബൗളിൽ വെള്ളം എടുക്കുക, നമ്മളൊരു കോട്ടൺ എടുക്കുക, നന്നായിട്ട് നനച്ച് കൊടുക്കുക, എന്നിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം നെക്സ്റ്റ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് പാക്കാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യം ക്ലെൻസ് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ ടോണർ യൂസ് ചെയ്തു. ടോണർ അല്ല, ക്ലെൻസ് ചെയ്ത് ടോണർ. എനിക്ക് CTM പ്രൊസീജിയർ തന്നെ ഒരുപാട് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തു. സ്ക്രബ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മാസ്കാണ് അപ്ലൈ ചെയ്യുന്നത്. മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 സ്പൂൺ കേർഡ് എടുക്കുക,
അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നമ്മളുടെ കോൺ സ്റ്റാർച്ച് 2 to 3 സ്പൂൺ വരെ നമുക്ക് തൈര് എടുക്കാം കേട്ടോ. അതിലേക്ക് 2 സ്പൂൺ നമ്മൾ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലവർ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ഒലിവ് ഓയിലും കൂടി നമ്മൾ നന്നായി ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മൾ ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇല്ല സംഭവങ്ങൾ. 1 സ്പൂൺ ഹണി വന്നിട്ടുണ്ട്, 2 സ്പൂൺ നമ്മളുടെ എന്താ പറയുക ഒലിവ് ഓയിൽ വന്നിട്ടുണ്ട്, കോൺ സ്റ്റാർച്ച്, ദെൻ തൈര്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു 20 മുതൽ ഒരു 30 മിനിറ്റ് വരെ ടൈം എടുക്കുക. അതിനുശേഷം നമുക്കിത് ക്ലിയർ ചെയ്യാം. ഭയങ്കര ഗ്ലോ ആയിരിക്കും. പക്ഷേ ഏത് ഫേഷ്യൽ ചെയ്താലും അതിൻ്റെ കൂടെ ആഫ്റ്റർ കെയറും കൂടി ഉണ്ട്. അല്ലാതെ വെറുതെ ഇത് മാത്രം നമ്മൾ ചെയ്ത് പോകാമെന്നുള്ളതല്ല. അപ്പോൾ ഇതിൽ ആഫ്റ്റർ കെയർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് എന്താ പറയുക, ഇതിൽ നമ്മൾ ആഫ്റ്റർ കെയർ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ആൽമണ്ട് ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ ഫേഷ്യൽ ചെയ്തതിന് ശേഷം നമ്മളുടെ ആൽമണ്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്ത് എടുക്കുവാണെങ്കിലും ശരി, നമ്മൾ അതിന് CTM ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയർ ഫോളോ ചെയ്യാതെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അല്ലാതെ ഹോം കെയർ മാത്രം എടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് ആ ഒരു സമയത്തേക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും, കുറച്ച് ഡേയ്സിൽ നമ്മൾ റിസൾട്ട് കിട്ടും എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും അത് ഒരു ലൈഫ് ടൈം റിസൾട്ട് ഒന്നും തന്നെ ആയിരിക്കില്ല. നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. നമ്മളൊരു സ്കിൻ കെയർ പ്രോപ്പറാക്കിക്കൊണ്ട് നമ്മളൊരു ഇതുപോലത്തെ ഒരു ഹോം കെയറും കൂടി നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അതൊന്ന് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. നിങ്ങൾ സ്കിൻ കെയറും ചെയ്യണം, അതിൻ്റെ കൂടെ ഹോം കെയറും കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ സ്കിൻ കെയർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാം. ഒരുപാട് പേർക്ക് സ്കിൻ കെയർ എന്താണെന്ന് പോലും അറിയത്തില്ല. എന്താണ് ക്ലെൻസർ എന്നറിയില്ല, എന്താണ് ടോണർ എന്നറിയില്ല. ഓരോ സ്കിന്നിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ക്ലെൻസർ ടോണർ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ ഏജിനനുസരിച്ച് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാം എങ്കിൽ നിങ്ങൾ തന്നെ നിർബന്ധമായിട്ടും മടി കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും നമ്മളുടെ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസം ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും. നിങ്ങളുടെ സ്കിന്നിലുള്ള അണ്ണിമണും ടാനും എല്ലാം മാറ്റിക്കൊണ്ട് ഒരു ക്ലിയർ സ്കിൻ നമുക്ക് കൊണ്ടുവരാനും പറ്റും. അതും ഒരു ലൈഫ് ടൈമിലേക്കുള്ള ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത് കേട്ടോ. അല്ലാതെ കുറച്ച് നാളത്തേക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ക്രീമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഞാൻ പറഞ്ഞിരുന്നത്. സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി സ്കിൻ കൊണ്ടുവരാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ള കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഫേഷ്യൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഫേഷ്യലാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ഗൈഡൻസിന് ഫീസ് ഉണ്ടോയെന്ന് ചോദിക്കേണ്ടത്, 3 മാസത്തെ ഗൈഡൻസിന് ഫീസ് ഉണ്ട്, 5000 റുപ്പീസാണ്. അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കാണുന്നവർക്കത് അറിയാം. ഓക്കെ, അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഫേഷ്യൽ ചെയ്തിട്ട് എനിക്കൊന്ന് അറിയിക്കണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.